ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നാളെ വരാനുള്ള പാക്കിനൊക്കെ കുറച്ച് തീരുമാനമൊക്കെ ഉണ്ട്. ഷോർട്ട് ടൈം ആണെന്ന ലാസ്റ്റായിട്ട് കിട്ടിയ അപ്ഡേറ്റ്. ചിലപ്പോൾ ഷോർട്ട് ടൈം ആവും, ചിലപ്പോൾ ഷോർട്ട് ടൈം ആവില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മാച്ചൊക്കെ കളിക്കാന്നുള്ള രീതിക്കാണ്. അപ്പോൾ 500 രൂപ നമ്മൾ ആയാൽ ഒരാളെ വാങ്ങുന്ന കേട്ടോ. ആളെ പേര് പറയുന്നില്ല, ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടാ. ഞാൻ വാങ്ങും, ഉറപ്പിച്ച് ഗൈസ്. 500 രൂപ ആൾ നമ്മളെ ടീമിലുണ്ടാകുന്നതാണ്. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ഫോർത്താണ് കേട്ടോ കോമ്പറ്റീഷൻ ഫുൾ ആണെങ്കിൽ. എംബാപ്പെ നമ്മളെ കടത്തി വെട്ടിച്ചിരിക്കണം ഒരേ ഒരു ഗോളിന്. ഇതൊക്കെ നമ്മളിപ്പോൾ ആ കളിയാണ് വിട്ടാൻ പോകുന്നത് ഗൈസ്. തീർച്ചയാക്കാം ഒറ്റ ടീമുകൾ വന്നാൽ എന്താ നെയ്മറെ കളി തുടങ്ങി. കലിപ്പമൂട് കലിപ്പാവ് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇത് നമ്മളുടെ കളിയാണല്ലോ. ഇത് നെയ്മർ ഫുൾ ഫോം ഗൈസ്. നെയ്മർ ഫുള്ള് ഫോം. ഇത് നമ്മൾ നെയ്മർ കൊണ്ടുപോകും. അടിഞ്ഞ് ഗൗച്ചിയോ നമുക്ക് കളിയിലോട്ട് കിടക്കാം. എനിക്ക് വേണ്ട വേറെ ഒന്നുമില്ല. നെയ്മറിനെ കൊണ്ട് ഈ കളി 5-0 ജയിച്ചിട്ട് ആ 5 ഗോൾ നെയ്മർ ആണെങ്കിൽ പൊളിക്കൂലേ. പിന്നെ ഗോൾ സ്കോററിൽ ഒന്നാമത് ആരാ ആവൂലേ. പിന്നെ ചോദ്യമൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. നമുക്ക് തണുപ്പിൽ മഴയിൽ വെച്ച് നെയ്മറിനെ കളി കാണിച്ചു കൊടുക്കും. നെയ്മർ ആരാണെന്നും നെയ്മർ ആരാണെന്നും എല്ലാം ഇവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കുക ഗൈസ്. ഇവിടെ ഫോർലാൻഡിൻ്റെ പകരം ആണ് ലെവൻഡോസ്കിനെ കൊടുന്നത്. ഇതിപ്പോൾ ഇത് നെയ്മറിൻ്റെ ലീഗാണ് ഗൈസ്. മൈ ലീഗല്ല, നെയ്മർ ലീഗ്. എനിക്കത് നെയ്മർ ലീഗാണ്. നെയ്മർ ജൂനിയർ എവരിബഡി ഗൈസ്. അവിടെ വെറുതെ പോയതാണ് സംഭവം. നെയ്മറെ പനിയൊന്നും പിടിക്കരുത്, ശ്രദ്ധിച്ച് കളിക്കുക. കുറച്ച് ചെറുതായിട്ടൊന്നും ലാഗായിട്ടുണ്ട്. ബുഡ്മിയർ വാലന്റൈൻ റോസിയർ. ആ പേര് ശരിയല്ലല്ലോടാവേ. നമുക്ക് ദ്രോ കിട്ടൂലല്ലോ. ഇവിടെ നിന്നൊക്കെ ക്രോസ് കൊടുക്കും. അവനോട് ആരാ പറയണേ? ക്രോസ് കൊടുക്കണ അവിടെ പിച്ചുത്തണം, അല്ലാതെ കൊടുത്തിട്ടും കാര്യമില്ല. ആണ് അത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഈ കളി കാണുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ആ ലൈക്കും ആ ഷെയറും പിന്നെ ആർക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെല്ലൈക്കണോട് ഇന്ന് നോക്കിയിട്ട് കണ്ടോളൂ. വാലന്റൈനെ ഡ്രിബിൾ ചെയ്യാൻ കാണില്ല നെയ്മറിനെ. ബിക്കോസ് നെയ്മർ ഈ സിഗ്മ ഈസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണേ ഗൈസ്. കൈക്കൊന്ന് പോയി കുറേ നേരം ഇട്ട് കളിപ്പിക്കാനോ ചങ്ങായിനാ. റൊണാൾഡിഞ്ഞോ നെയ്മറും പിന്നെ ഇവിടെ നിന്നുള്ള കോംബോ കേട്ടോ ബ്രസീലിൽ നിന്ന്. നെയ്മറിനെ വിളിച്ച് ഞാൻ കേറി വിചാരിച്ച് രണ്ടാളുടെ കോംബോ നടത്തിയ വേണമെങ്കിൽ കളി നെയ്മറിൻ്റെ കൈക്കലോട്ട് ആക്കാം. അതുകൊണ്ട് ഞാൻ ആക്കാത്തോട്ടാ. ആക്കാം. പക്ഷേ അത് വേണ്ട കേസ്. ആ കോംബോ നടക്കില്ല. കാരണം എന്താ വെച്ചാലേ ഇത് ബാഴ്സലോണ റൊണാൾഡിഞ്ഞോ ആണ്. ബ്രസീലിയൻ റൊണാൾഡിഞ്ഞോ വേണം, പിന്നെ ബ്രസീലിയൻ നെയ്മറും വേണം. ഇത് സാൻഡോസ്ത നെയ്മറാ. നടക്കൂല. ആ കാലഘട്ടത്തും കൂടി ആകുമ്പോൾ കഴിഞ്ഞ കഥ. കോംബോ മെസ്സി നെയ്മറിൻ്റെ അത്രക്കും വരില്ലെങ്കിലും സെക്കൻഡ് എന്നൊക്കെ വിളിക്കാൻ അത്രക്കും ചിലപ്പോൾ എനിക്ക് വരും. സെക്കൻഡ് ആവുക അറിയില്ല. ഫസ്റ്റ് എന്തായാലും മെസ്സി നെയ്മർ തന്നെയാണ്. വാൻ ബൂട്ടൻ കുറച്ചുകൂടി നീട്ടി കൊടുക്കണേനു. നീട്ടി കൊടുത്തതിനോട് വേണേൽ നെയ്മറിന് ഓടി എടുക്കുക. പക്ഷെ അഗ്രഷനും ആക്യുറസിയും ഒന്നുമില്ലാത്ത പ്ലെയറാണ് നെയ്മർ. ഇത് ഓഫ് സൈഡിൻ്റെ പടയാണല്ലോ. സാധാരണ നമുക്ക് ഓഫ് സൈഡ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കില്ല, ഓരൊക്കെ ഉള്ളൂ. നമുക്ക് ഭാഗ്യം അല്ലാതും ദൂരെ എടുക്കൂലേ. എടുക്കും വാൻ ബൂട്ടൻ പണ്ട് സീന് ആണ് മോനട. സുഖമായിട്ട് ഒരു നല്ല സ്കില്ലിൽ ഒരു തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതാ അവിടെ നിന്നൊക്കെ വിളിച്ചതിൻ്റെ ആവശ്യമുണ്ടാ. എന്തായാലും ഗോൾ അടിച്ചാൽ മതി, നമുക്ക് ഗോൾ മതി.
അത് നെയ്മർ കാണിച്ചു തരികയാണ് ഗൈസ്. നെയ്മറിനെ തൊട്ട് കളിച്ച പിന്നെ സീന് ആവൂലെ, സ്ക്രീനിൽ അതാ വെള്ളം വരുന്ന സീന് ആവൂലെ. സ്ക്രീനിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ അവിടുന്ന് പുറത്തൊക്കെ വിചാരിച്ചു, പക്ഷെ ബാർ ആയല്ലോ, അതന്നെ വലിയ കാര്യം. ബാർമ തട്ടി കീരിയല്ലോ, തന്നെ വലിയ കാര്യം ഗൈസ്. അത് നമുക്ക് ഗോൾ മതി. അപ്പോൾ നമ്മൾ നെയ്മർ 13 എംബാപ്പെ പറയാമല്ലോ. എംബാപ്പെ അവിടെ ഓർത്ത് ഉല്ലസിക്കുന്നുണ്ടാവും, 5 ഗോളൊക്കെ ഉണ്ടാവും. ഈ റയൽ മാഡ്രിഡിന് കിട്ടിയ എതിരാളികളൊക്കെ പൊട്ട ടീമുകളാവും, അതാണ് കോമഡി. അതുകൊണ്ട് എല്ലാത്തിലും എംബാപ്പെ സുഖമായിട്ട് ഗോളിട്ടാണ്ട് ടോപ്പ് സ്കോററിൽ ഇങ്ങനെ വരും. ആണ് പ്രശ്നം. ബാസൊക്കെ കിട്ടണോ കുറച്ചും കൂടി വലിയ 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 ടീമുകളെ, അതാണ് മെയിൻ പ്രശ്നം ഗൈസ്. നാടി ഞാൻ അവിടുന്ന് എടുക്കാ സാനേട്ടി. പിന്നെ വാലന്റൈൻ റോസിയറാ, വാലന്റൈനെ ഇപ്രാവശ്യം സ്കില്ലിൽ ഒതുക്കുക. റോസിയർ അങ്ങോട്ട് ഓടി ഗൈസ്, നാണിച്ചു. അടുത്ത വിളിച്ച് വലിയ വിളിച്ചേക്കൊന്നും കൂട്ടണ്ട കേട്ടോ. റെഡി. കീപ്പർ തട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, നടന്നു. പിന്നെ എനിക്കറിയാം ആൾക്കാർ ഇക്കളി കാണുകയാവില്ല, എല്ലാവരും കളി നമ്മളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ട് തോന്നുന്നില്ല, മുംബൈ സിറ്റിനായിട്ട്. ആ കളി എനിക്കും കാണണം. ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടേ, നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിക്കും ഗൈസ്. കളി ബ്ലാസ്റ്റേഴ്സ് ജയിക്കും മുംബൈനായിട്ട്. എന്ത് വിഷയം, ബ്ലാസ്റ്റേഴ്സ് അല്ലേ. ആ കെവിഞ്ഞൊക്കെ ഫസ്റ്റ് ഹാഫ് തന്നെ ഇറക്കിയാൽ വേണമെങ്കിൽ കുറച്ച് ഇതുണ്ടാവും, എന്താ പറയുക, പ്രതീക്ഷ ഉണ്ടാവും ബ്ലാസ്റ്റേഴ്സിനോട്. ഇതിപ്പോൾ കഴിഞ്ഞ കളി ലാസ്റ്റ് വെച്ച് കെവിഞ്ഞോക്കനെ ഇറക്കിയിട്ട് ഒന്നും ഉണ്ടായില്ല. നല്ല ഒരു പ്രതീക്ഷ ലാസ്റ്റ് വെച്ച് വന്നു, പക്ഷെ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അത് നോവസദോവിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്, ഇമ്പാക്റ്റ് കെമിയോക്കേൻ്റെ ഒക്കെ ചെറുതായിട്ട് ഒരു തുള്ളിക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാലും എന്താ പറയുക, വാലന്റൈൻ റോസിയർ ചതിക്കല്ലണി ഹർജിരിയോ. എന്തെന്താപ്പം ഇതൊക്കെ എന്താ 52 മിനിറ്റായി, 1-0 അപ്പോഴും ലീഡ്. എംബാപ്പെ അവിടെ ഒരു ഗോളും അടിച്ചിട്ടില്ലാണെങ്കിൽ തേർഡ്ക്ക് വരാനുള്ളത് ഞാൻ കൂട്ടിയേക്കണേ. പക്ഷെ എംബാപ്പെ അവിടെ അടിക്കാകൂലല്ലോ. എംബാപ്പെ റയൽ മാഡ്രിഡ് അല്ലേ, ലൊട്ട ടീമുകളാവും കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ റയൽ മാഡ്രിഡിന് ഏറ്റവും കൂടുതൽ കളിക്കണത് എംബാപ്പയും വിനിയാണ്. ഇനിയിപ്പോൾ വിനി ഇല്ലാണെങ്കിൽ എംബാപ്പെ കളിച്ചു പോകും. കാരണം എന്താ, ആ ഒരു ഇത് എംബാപ്പയൊക്കെ ഉണ്ട്. എംബാപ്പെ ഒറ്റക്കായാലും തീർക്കും. എംബാപ്പെ അതിന് അടിപൊളിയാണ്. എംബാപ്പി ഗൈസ്. റൊണാൾഡിനോ നെയ്മർ, ഞാൻ വിചാരിച്ച നെയ്മർ തിരിച്ചു കൊടുക്കണം എന്നതിനു, പക്ഷെ ബ്ലിറ്റ്സല്ലേ നമുക്ക് വേണ്ടത്. അതിന് നെയ്മർ തിരിച്ചു കൊടുത്താൽ ശരിയാവുമോ? നിങ്ങൾ അത്രയില്ല കേട്ടോ, നിങ്ങൾ പറയുക. ഓ ആൻ്റെ ബോഡ്മിർ ആണ് മോനെ നന്ന. ഗൈസ് നമ്മൾ ചെക്കന്മാരെ ഫൗളൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്, അത് വിടുകയാണ്. ഗൈസ് ആളെത്തി, എടുക്കാൻ ആളൊക്കെ വരുന്നുണ്ട്. നമ്മളെല്ലാവരെയും സ്കില്ലിൽ ഇങ്ങനെ വീത്തും ഗൈസ്. 1-1.5 വിളിച്ച് 2-2.5 വിളിച്ചാൽ മതി ഗൈസ്. ബെല്ലട്ടി കുത്ത് ബെല്ലട്ടി. എന്താണ് ബെല്ലട്ടിയെ ശ്രദ്ധിക്കണ്ടാക്ക. ഐമർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക. സ്കില്ല് അങ്ങനെയായിട്ട് പുറത്ത് വന്നിട്ടില്ല ടെക്കളി. ഞാൻ കാര്യം പറയാം, സാധാരണ ക്രോസ് നെയ്മറിന് കൊടുക്കുമ്പോൾ വരെ സ്കില്ലിൽ ചെയ്യൽ. ഇപ്പോൾ ഇക്കളി വല്ല ടേണൊന്നും വന്നിട്ടേ ഇല്ല എൻ്റെ ഓർമ്മയിൽ. പിക്സ് തന്നെ നേർക്ക് വന്നിട്ടില്ല, പിന്നല്ലേ ടേണ്. ഇക്കളി വയസ്സ് നടക്കൂല, വലിയ കളിയും കളിച്ചിട്ടില്ല. എന്തായാലും എന്താ നമ്മൾ തൂക്കും. നമുക്കുള്ളതിലേ ഉള്ളൂ ഇതൊക്കെ. എന്താപ്പോൾ അങ്ങനൊന്നും പറയല്ലേ, തോൽക്കുന്നൊന്നും പറയല്ലേട്ടാ, വിഷമം. സനേട്ടി കിട്ടണ്ടേ. ബോളിപ്പോൾ നമുക്ക് തുടങ്ങാൻ കഴിയണില്ല. ബെല്ലട്ടി അവിടുന്നൊക്കെ കീപ്പറിനാണ് ക്രോസ് കൊടുക്കുന്നത് കുട്ടികളത്. പിന്നെ അവിടുന്ന് വാൻ ബ്യൂട്ടിനും, അവിടുന്ന് അത് നെയ്മറിന് കിട്ടിയില്ല ഗൈസ്. നെയ്മർ ഒന്നും കൂടി അടിക്കാനുള്ള പലതും ചെയ്തുണ്ടാക്കുന്നുണ്ട്. പക്ഷെ നെയ്മറിൻ്റെ പ്രശ്നം എന്താ പറയുക, സ്കില്ല് ഇക്കളി വന്നിട്ടേ ഇല്ല. സത്യം പറയാലോ, സ്കില്ല് വന്നിട്ടില്ല. സ്കില്ലായിട്ട് ചെയ്യാൻ സമ്മതിക്കണ്ടേ. ബോൾ കിട്ടില്ല നെയ്മറിന് കളി, അത് റെഡിയാക്കും. നെയ്മർ അടാ സമനിലാക്കി കളി. എത്തപ്പത് ലാസ്റ്റൊക്കെ തിരിച്ചു പഠിച്ചല്ലോ.
നെയ്മറ തീർക്ക് നെയ്മറ തൂക്കിക്കോടോ. ഒരു അറ്റാക്കിങ് തന്നെയാണ്, വെറുതെ അല്ല. നെയ്മർ എടുക്ക്, നെയ്മർ പോരട്ടെ, നെയ്മർ ഇക്കളി പോരാ. അടുത്ത കളി നെയ്മർ കൊണ്ടുപോകും ഗൈസ്, തൂക്കും ഗൈസ്. കളി ഐശ്വര്യത്തിൽ നമ്മൾ തോറ്റു മടങ്ങുകയാണ്. ഒറ്റ കംബാക്ക്. ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല. 1-0 കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കളി നമ്മൾ ഭയങ്കര അന്തസ്സിൽ പൊട്ടണ കാര്യമാണ് ഞാൻ അറിയിക്കണേ. ഗൈസ് പൊട്ടി, 2-1 പൊട്ടി. എന്താപ്പം ചെയ്യാ, സുഖം കിട്ടില്ല. ജയിക്കും ഗൈസ്, ജയിക്കും. നമ്മൾ റിട്ടേൺ വരും. 4ാം സ്ഥാനത്ത് നിന്ന് പോകാൻ നല്ല സാധ്യതയുണ്ട്. മാഡ്രിഡ് എത്രയാണ് ജയിച്ചത്? മാഡ്രിഡ് 1-0 ജയിച്ചാൽ 1 ഗോൾ എംബാപ്പ അല്ല എന്നാണ് സമാധാനം. ഗൈസ് ബിൽബാവോ 34 പോയിൻ്റൊക്കെ ആയി. കോമ്പറ്റീഷൻസൊക്കെ ഒന്ന് പോയേക്കാം ഗൈസ്. ആ 1 ഗോൾ അടിച്ചത് എംബാപ്പയാണ്. അത് നമ്മുടെ വൻ വിഷയമായി പോയത്. നമ്മൾ തീർക്കാൻ പോട്ടോ, ഇനി ഒന്നും നോക്കില്ല. നെയ്മറേ, ഹലോ നെയ്മർ, അസ്സലാമലൈക്കും. എങ്ങനെ പോണേ? എന്തായാലും നമ്മളെ മാച്ചിലിപ്പോൾ ആ മാച്ചിന് ഒരു ഫസ്റ്റ്ക്ക് തന്നെ ആയിക്കോട്ടെ. ടോപ്പ് സ്കോററിൽ ഫസ്റ്റൊക്കെ എത്തട്ടെ, ഒന്നും നോക്കണ്ട, തീർത്തോളൂ എല്ലാത്തിനെയും. ഓക്കെ ഓക്കെ ആശാനെ, പറഞ്ഞ വരി തീർക്ക് 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 ചങ്ങായിമാരെ, തീർക്ക്. എല്ലാത്തിനും നടുവെട്ടി കൊല്ല് 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 കൊല്ല്. ഒന്നിനും പോലെ ബാക്കി വെക്കരുത്. കാരണം ഒരു കാരണമാണല്ലോ. ഹസാർഡാട്ടാ പ്രാവശ്യത്തെ സെൻട്രൽ ഫോർവേഡ്. ലെവൻഡോസ്കിനെ കൊണ്ടൊന്നും ചെയ്തില്ല. കളിയിൽ ഹസാർഡിനെ കൊണ്ടൊന്നും ചെയ്യാൻ പോകില്ല. നെയ്മറ തീർക്ക്, നെയ്മറ. ഓ ഗൈസ്, ഒരു ടീം മൊത്തത്തിലാണ്. അപ്പോൾ നെയ്മറും ഇവിടുന്ന് ഇതൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വെച്ചോരെടുത്തോട്ടെ. ഓരോ ഹോമല്ലേ ഇടുക്കി കുട്ടികളെ. കാർല് സ്റ്റാർ ഫൈറ്റ് എന്തൊക്കെ ഇത് പേര് തൊള്ള കിട്ടാത്ത ഓരോരോ പേരിട്ട് വന്നോളൂ കുട്ടികൾ. ഹസാർഡ്, നെയ്മർ ഗൈസ്. നമ്മളായിട്ടുള്ള ആദ്യത്തെ കളിയാണെന്ന് തോന്നുന്നു. ബ്ലിറ്റ്സ് തന്നെ തുടങ്ങണോ ഗൈസ്? എന്ത് ബ്ലിറ്റ്സാപ്പോൾ അത്? നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് എവിടെ പോയി? കഴിഞ്ഞ കളീൻ്റെ മുമ്പത്തെ കളിയിട്ട് അതിന് ലാസ്റ്റ് ഇട്ടതിൻ്റെ മുമ്പത്തെ വീഡിയോ, അതിൽ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് എവിടെ പോയി? പിന്നെ ഇട്ടല്ലോ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് എവിടെയും പോയില്ല. എന്താപ്പോൾ ചെയ്യുക? ഒന്നൊരാളാണല്ലോ, ഏതെങ്കിലും ഒരോട്ടം കളിച്ചാൽ പിന്നേന്ന് പിന്നെ വലിയ കളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താപ്പോൾ ചെയ്യുക? പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഗുണം പിടിക്കണില്ല നെയ്മർ, ഗുണം പിടിക്കണില്ല. ശരിയാക്കാം. ഓ ഗൈസ്, നല്ലൊരു ടേണാണ്. വീണ്ടും ഇങ്ങോട്ട് തന്നെ എടുത്തു. ചങ്ങായനെ ഈ റുവേദന ഇട്ട് കളിപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ്ട്. എന്താ ചെയ്യേണ്ടത്? നെയ്മറിനും അറിയാത്ത രീതിയിലേനു. നെയ്മർ ലാസ്റ്റ് ഒരു ബ്ലിറ്റ്സായിട്ട് പൊട്ടിച്ച്. ബ്ലിറ്റ്സ് ഒന്നും നോക്കിയില്ല, 14 ഗോള്. നെയ്മർ ജൂനിയർ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഈ ട്യൂൺ ഇടുന്നിട്ട്? ഞാൻ ഏതൊരു ഷോർട്സ് ഉണ്ടോ നിഹാലിൻ്റെ ഹനാൻ ഷാൻ്റെ അതിലുണ്ടാവും. ഞാൻ ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ ചിരിക്കണ്ട. നീ അതിൽ ഇട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണല്ലേ, നീ ആ പാട്ട് തൊള്ളയിൽ പോണില്ല. അപ്പം പിന്നെന്തായാലും അത് നമ്മുടെ നെയ്മറിൻ്റെ ഗതിയിലായി. നെയ്മർ ഗോള് അടിച്ചു 3. ട്യൂണൊക്കെ മാറ്റി, നമ്മൾ രീതിയൊക്കെ മാറ്റി ട്യൂണൊക്കെ അതേ രീതിയിൽ തന്നെ വെച്ചോ. രസമല്ലേ? കുഴപ്പമില്ല. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകും. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ഞങ്ങളെ കളിയാ. നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, വയ്യേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് നെയ്മറിൻ്റെ കളിയാടാ. ഇക്കളി നെയ്മർ കൊണ്ടോ? അല്ല അവിടെ കഴിഞ്ഞ കളി മാതിരിയാവില്ലല്ലോ. കഴിഞ്ഞ കളി ലാസ്റ്റ് വെച്ച് പൊട്ടിയതാണ്. 90 മിനിറ്റിലാ ആ ഒരു ടൈമിലൊക്കെ വെച്ചാണ് ഓരോ ഗോൾ തന്നെ വരുന്നത്. അതേമാതിരി ആവാമെന്ന് മതിയോ? അതൊന്നൊന്നര മതിയോ? നെയ്മർ ഇതില്ല, ഉഷാറില്ല ഗൈസ് ഇപ്പോൾ നെയ്മർ.
നെയ്മർ പാസ് കൊടുക്കണ ടോണി ആഡംസ് എടുക്കണില്ല. നെയ്മറിൻ്റെ കരിയർ ഗോളാക്കാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും. നെയ്മർ അപ്പോൾ സെൻറ്റർ ബാക്ക് വരെ വന്നേനു. ലെഫ്റ്റ് ബാക്കിൽ എല്ലാം പോകുന്നുണ്ട്. നെയ്മറിനെ ബുൾട്ടി നെയ്മർ 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 നെയ്മറിന് ബോൾ പോയിട്ടുണ്ട് ഗൈസ്. ഓ ഐ ക്ലാസ് ഫെറാൻ ജുഗുലോ റോബർട്ട്സൺ വീണ്ടും നെയ്മർ. ഇത് നെയ്മറിൻ്റെ ഗോളാവുന്ന നല്ല സാധ്യതയുണ്ട്. ഗൈസ് ഇതാ പോണ് ഔട്ട് വരെ അങ്ങനെ പോകേണ്ടി വരുമോ? അത് നെയ്മറിനേക്ക് ബോൾ പോയി. ഞാൻ ഗോളാവാണ്ട് സാധ്യതയുണ്ട് പറഞ്ഞപ്പോൾ ബോൾ കഴിക്കുന്ന പോയി. പക്ഷേ ഇത് ഗോളാവും. എൻ്റെ വാക്ക് ചിലപ്പെങ്കിലേ വാക്കാവുള്ളൂ അല്ലേ. പക്ഷേ ഇപ്രാവശ്യം അതൊരു വാക്കായാൽ എങ്ങനെ ഉണ്ടാവും കണ്ടറിയാം. ഗൈസ് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. നെയ്മർ ഗോൾ അടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കും. അതാണ് നെയ്മർ. ഏതാ കളി ഇല്ല എന്തപ്പോൾ പറയണ്ടേ. 15 ഗോളായിട്ടാ. എംബാപ്പെ കഴിഞ്ഞ കളി ഗോൾ ഇട്ടിട്ടില്ല. നമ്മൾ സെക്കൻഡിലേക്ക് ചാടേണ്ടതാണ്. ചാടിയാൽ മതിയേനും നമുക്ക് സമാധാനമേ ഉള്ളൂ. നെയ്മർ ഏതാ കളി എന്തപ്പോ. ഞാൻ കാര്യം പറയട്ടെ, മെസ്സി റൊണാൾഡോ ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ എന്താ പറയുക, കളിയിൽ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് എപ്പോഴും ആവണമെന്നില്ല. പക്ഷേ നെയ്മറിൻ്റെ അതല്ല. ഓന് ഇറങ്ങണമെങ്കിൽ അത് 5 മിനിറ്റിനായാലും ശരി, അത് അവനക്ക് ബോൾ കിട്ടാനാവും നമ്മളെല്ലാവരും ചോദിച്ചാണ്. അവൻ കോമഡി ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്കില്ലെടുത്ത് പോകും. അതാണ് നെയ്മർ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സീൻ തന്നെ. അതുപോലെ നമ്മളെ അടച്ചിൽ കളി തുടങ്ങണം എന്ന് പറഞ്ഞേ നമ്മൾ തുടങ്ങി. നമുക്ക് വിഷയം അല്ല ബോയാൻ ക്രിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ നെയ്മറിന് കൊടുക്കുകയാണ്. നെയ്മർ അത് ഹെഡ് എത്തി. അത് റോബർട്ട്സനായിട്ട് എടുത്തിട്ടില്ല. എത്തപ്പം ചെയ്യുക, കുട്ടികളോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്ന രീതിയിലായിപ്പോയി. ബെല്ലടി കിട്ടിയപ്പോൾ തന്നെ ഔട്ട്ക്കും ക്രോസ് എടുത്ത് എത്തപ്പം ചെയ്യുക. നെയ്മറിന് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല ഇവർക്ക് അറിയില്ലേ. നെയ്മറിന് ഇട്ട് കൊടുക്കുക കാലിനോ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ സ്കില്ലെടുക്കുന്ന അവർക്ക് അറിയാം. എന്നാൽ അതിൻ്റെ ഹെഡിനിടും. ഹെഡ് ഒരു നെയ്മറിന് അങ്ങനെ അറിയോ ഇല്ല. പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പഠിപ്പിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനായിട്ട് സമയം കിട്ടൂല. ജുറ്റുകള ഹുയ്സൺ റൗള് എന്നാ പിടിച്ചോ. നെയ്മർ കഴിഞ്ഞു മോനെ, കഴിഞ്ഞു കഥ കഴിഞ്ഞു. നെയ്മർ ഹാട്രിക്ക് നടക്കണമല്ലോ. നമ്മൾ സെക്കൻഡിക്ക് എംബാപ്പെ കഴിഞ്ഞ കളി ഗോൾ അടിച്ചിട്ടില്ലാണെങ്കിൽ സെക്കൻഡ് കത്താളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാക്കിയാണ്. എംബാപ്പെ കഴിഞ്ഞ കളി ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കത്താളിൽ മറ്റവൻ അടിക്കും. ഇനാഗി വില്യംസ് അതിനെ കണ്ടിട്ടേ ഇല്ല നമ്മളായിട്ടുള്ള കളീൻ്റെ ശേഷം 14-ന്. അതുകൊണ്ടാണ് ഞാൻ ഓനൊന്നും നോക്കാത്തത്. ഞാൻ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4th തന്നെ കണ്ടിട്ടല്ലോ. നമ്മൾ ഓനൊന്ന് ശ്രദ്ധിക്കണേനു. അവൻ 14 ഗോൾ തന്നെയാണ്. അത് ഞാൻ നോക്കിയാണ്. 14 ഗോൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇക്കളി ഓനെ 15-16 ആക്കിയാണെങ്കിലോ ഞാൻ എന്തായാലും 15 നെയ്മർ എന്തായാലും 15 ഗൈസ്. നെയ്മർ എങ്ങോട്ടപ്പം അങ്ങനെ പോണേ? ശരിയാണല്ലോ, അങ്ങോട്ട് തന്നെ പോകണല്ലേ. അത് വേണ്ട. ഇവിടുന്ന് എന്തുണ്ടാക്കാൻ അവിടുന്ന് അങ്ങനെ സ്പ്രിൻ്റ് ചെയ്യില്ല. അഗ്രഷനും ഇല്ല, ആക്രസി ഇല്ല. അവിടുന്ന് ഉണ്ടാക്കാൻ പോവാനേ. അത് അത്രക്കും ആൾക്കാരുടെ ഇടയിൽ തന്നെ നമുക്ക് അഗ്രഷനും ആക്രസിയും കാണിച്ചു കൊടുക്കണം. ഗൈസ് നെയ്മർ എന്തപ്പം ചെയ്യുക? 3 ആൾക്കാരാണ് മുന്നിലുള്ളത്. ഇപ്പം 2 ആൾക്കാർ ഇതാ വരുന്നേ. ഒന്നിനെ ഡ്രിബിൾ ചെയ്താണ് ഒന്നിനെ വിളിച്ച് ഗോൾ. ഹാട്രിക് കളിച്ചിട്ടുണ്ട്. 16 ഗോളായിട്ടായി. 13+3 16 ഗോളായി. നെയ്മർ ബ്ലിറ്റ്സിൻ്റെ ആശാനിലൊന്ന് ഞാൻ പറയല്ലേ നെയ്മറിനാണ്. ഏതാ കളി ഐ ലീഗ് നെയ്മർ കൊണ്ടുപോയി. അത്രേ പറയാനുള്ളൂ. ഇത് നെയ്മറിനുള്ള സീസണാണ്. ഈ സീസണിനെ ഗോഡിയുള്ള ഇതൊക്കെ എൻ്റെ ഇതാണ്, ഞാൻ പഠിപ്പിച്ചെടുത്തതല്ലേ. ഏതാ കളി നെയ്മർ. ആ ഗോൾ നോക്കിട്ടോ എന്തപ്പോൾ ചെയ്യേണ്ടത് അറിയില്ല. ഇങ്ങോട്ട് എടുക്കണം ഒറ്റയായിട്ട് ഒന്നും നോക്കിയില്ല. പോസ്റ്റിക്ക് കയറിയുണ്ട്. ഹാട്രിക്ക് മിക്കവാറും 2nd or 3rd എന്തൊക്കെ ആയാലും ആവാനുള്ള ഇതുണ്ട് കേട്ടോ നെയ്മറിന്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഏതാവുന്ന്. ഫസ്റ്റ് ആവാനുള്ള ഇത് ഞാൻ നോക്കിയില്ല. അത് അത്രക്കും പൊന്തിക്കല്ലേ അതിനോട് ഞാൻ പറഞ്ഞേക്കണേ.
ഈ ആര് നെയ്മറിന് ക്രോസ് കൊടുക്കണം, ചെസ്റ്റിനോ അല്ലെങ്കിൽ ലെഗിനോ, അതിന് രണ്ടിനും കൊടുക്കൂല. അതിന് രണ്ടിനും കൊടുത്താലോ മനോഹരമായ സ്കില്ലൊക്കെ കൊടുത്ത് അങ്ങനെ പോകും. അത് നടക്കണമില്ല. അത് നടക്കണമെങ്കിലോ അതിന് അനുസരിച്ചുള്ള ക്രോസ് കൊടുക്കണ്ടേ. ഒരുത്തന്നെ ട്രിപ്പിൾ ചെയ്ത് ഇവിടുന്ന് എന്തുണ്ടാക്കാനാണ് അവിടെ നിന്ന് അടിക്കല്. സ്റ്റാമിന ഇല്ല, ഓർമ്മ ഉണ്ടാ കുട്ടിക്ക്? സ്റ്റാമിന പറഞ്ഞ സാധനം ചേട്ടാ നെയ്മറ, ശ്രദ്ധിച്ചോ. ഹുയ്സണ്, ഹസാഡ് അവിടെ നിന്നൊക്കെ അങ്ങനെ കൊടുക്കല. ഹസാഡ് ഈ കളി എന്തായാലും ഓരോ വക കമ്പാക്ക് ആരും പ്രതീക്ഷിക്കണ്ട, നടക്കൂല. സ്വീഡ്ബർഗ് ഒലിവർക്കാൻ ഇവനടിക്കാൻ തന്നാൽ മതിയാണ്. എംബാപ്പെ 2 ഗോളൊന്നും ഇടാൻ തന്നാൽ മതിയാണ്. ഫുൾ ടൈം മിസ്സിൽ വാങ്ങുകയാണ്. അപ്പോൾ ആര് ജയിക്കും? നെയ്മർ എന്തായാലും ഹാട്രിക് ആയി ഗോളൊക്കെ വാങ്ങി പോകുന്നുണ്ട്. നെയ്മർ ഹാപ്പിയാണ്. ഇനി പെരെ പറ്റി ഹാപ്പി ആവുക അറിയില്ല. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ ഇതൊക്കെ കാണണ്ടേ. മെഡ്രിഡ് ജയിക്കുക വന്നാൽ മതി. മെഡ്രിഡ് പൊട്ടിക്കിട്ടണം. 2 ഗോളിനാണ് ജയിച്ചത്. മിക്കവാറും 2 ഗോൾ എംബാപ്പെ ഔട്ടാ. ഒന്നിനും എനിക്ക് വിശ്വസിച്ചില്ല. ഒരാണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് 1 ഗോൾ ഇട്ടിട്ടില്ല. 19 ഗോളാണ് അൽവാരസ് ഉള്ളത്. അതിന് നമ്മൾ കടത്തി വെട്ടിക്കും. എംബാപ്പെ 1 ഗോൾ ഇട്ടില്ല. 14 തന്നെ കുഴപ്പമില്ല. നമ്മൾ സെക്കൻഡ് കയറിയിരിക്കണ്ട. നമ്മൾ കയറേണ്ട സ്ഥലത്തേക്ക് മെല്ലെ അങ്ങ് കുതിച്ചിക്കണേ. പിന്നെ അസിസ്റ്റിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ പണ്ടേ. ആരും എനിക്ക് റിക്വസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. കളിച്ച് നോക്കണോ നിങ്ങൾ പറയും? കളിച്ച് നോക്കണം അവരായിട്ടൊക്കെ. കളിച്ചണോ അമ്മേ? വലിയ ആരെങ്കിലും ആണെങ്കിൽ കളിച്ചണ്ട. ഇതാണ് നമുക്കിന്ന് കളിച്ചേക്കാം. എന്തായാലും എൻ്റർ ചെയ്യാം. അമ്മേ പൊട്ടു ഓന് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെക്കനാട്ടാ നമ്മളെ ചങ്ങായിയാണ്. പൊട്ടു ഞാൻ പൊട്ടിയ മോശമല്ലേ. അവരെ ടീം നോക്കട്ടെ ഗൈസ്. ചെങ്ങനെ ടീം ഇത്രയേ ഉള്ളെങ്കിലും ഭയങ്കര കളിയാന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി അതിനനുസരിച്ച് കാണാം. മാച്ച് റൂം ക്ലോസ് ആക്കി ചെക്കൻ പേടിച്ചെന്നാ തോന്നണേ. ഗൈസ് എന്താ പറ്റി അറിയില്ല. ഓനെ ഓൺലൈനിലുണ്ട് ആള്. ഇതൊക്കെ ആയാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.